ഓം ദേവഗുരുവേ, ധർമ്മത്തിന്റെ ദീപമേ, വിദ്യയുടെയും വിവേകത്തിന്റെയും അമൃതധാരയെ. ആകാശമണ്ഡലത്തിലെ ഗ്രഹരാജാവായിട്ടുള്ള ബൃഹസ്പതി 2/6/2026 സിംഹാസനം മാറുകയാണ്. മിഥുനത്തിന്റെ വേഗത വിട്ട് കർക്കിടകത്തിന്റെ കുളിർമയിലേക്ക്, കരുണയും ജ്ഞാനവും കൈകോർത്ത് നടക്കുന്ന പാതയിലേക്ക്. ഓം ബൃഹസ്പതയേ നമ. ഓം ദേവഗുരുവേ നമ. കാലത്തിന്റെ വേഗതയിൽ ഗ്രഹഗതി മാറുമ്പോൾ കനലുകൾ പോലും പൂക്കളായി മാറിയേക്കാം. അതിചാരം എന്നൊരു വിസ്മയ യാത്രയിൽ അറിവിൻ പൊരുൾ തേടി നമുക്ക് യാത്ര പോകാം. നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അറിവിന്റെ നിറകുടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലചക്രത്തിൽ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു. എന്നാൽ ഗുരു നീങ്ങുമ്പോൾ ജീവിത രേഖകൾ തന്നെ പുനർലിഖിതമാകുന്നു. 2026 ജൂൺ 2 ബൃഹസ്പതി മിഥുനത്തിന്റെ അസ്ഥിരവായുവിൽ നിന്ന് കർക്കിടകത്തിന്റെ സ്നേഹജലത്തിലേക്ക് അതിചാരത്തോടെ കടക്കുന്നു. ഇത് വെറും ഒരു രാശിമാറ്റമല്ല, അവസരങ്ങൾ വേഗത്തിൽ തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്കിത് പുതിയ തുടക്കമാകും, ചിലർക്കിത് പരീക്ഷയാകും. എന്നാൽ ധർമ്മത്തിന്റെ വഴിയിൽ നിൽക്കുന്നവരെ ഗുരു കൈവെടിയുകയില്ല. ഇപ്പോൾ നമുക്ക് മിഥുനക്കൂറുകാരുടെ വ്യാഴത്തിന്റെ കർക്കിടകത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ ഫലമൊന്ന് നോക്കാം. ജന്മരാശിയിൽ നിന്ന് വ്യാഴം 2ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഗുരുവിന്റെ വിടപറയൽ, ആലോചനകൾ പക്വതയിലേക്ക്. വേഗം കുറച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പ്. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7ഉം 10ഉം ഭാവാധിപനാണ്. സ്വന്തം രാശിയിൽ നിന്ന് 2ാം ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 2ാം ഭാവം എന്നാൽ ധനം, വാക്ക്, കുടുംബം എന്നീ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ വ്യാഴമാറ്റത്താൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത് മിഥുനം രാശിക്കാർക്കാണ്. ശത്രുശല്യമൊക്കെ കുറയുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള വളർച്ച ഉണ്ടാകും. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതാണ്. ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസവും ഒക്കെ ലഭിക്കുന്ന കാലമാണ്. ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് അത് വീട്ടി തീർക്കാനായിട്ട് സാധിക്കും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകുന്നതാണ്. കൂടാതെ കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഉന്നത പദവിയൊക്കെ അലങ്കരിക്കുന്നതിനും ഉയർച്ച ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. കൂടാതെ സ്ഥാനമാറ്റം, സ്ഥാനക്കയറ്റം എന്നിവയും ലഭിക്കാം. ബന്ധുക്കളുമായി യോജിച്ചു പോകാനും സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒക്കെ വിപുലപ്പെടുത്തി നേട്ടങ്ങൾ കൊയ്യാനാകുന്നതാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. ലോണുകളോ ചിട്ടികളോ എടുക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നല്ല മികവ് പുലർത്താൻ സാധിക്കും. നല്ല സ്വഭാവത്തിന് ഉടമകളായി മാറും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ദൂരയാത്രയൊക്കെ വേണ്ടി വന്നേക്കാം. പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. കണ്ടകശനി കാലഘട്ടമാണെങ്കിലും 10ാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ ദോഷാനുഭവങ്ങൾ കുറയുന്നതാണ്. വിദിതൻ തൂലിക ചലിപ്പിക്കും നേരത്ത് ശുഭമായി ഭവിക്കട്ടെ സർവ്വതും മർത്യരിൽ. ഗുരുവിൻ കടാക്ഷം കവചമായി നിൽക്കവേ ദുരിതങ്ങൾ മായുന്ന പുലരി ഉണ്ടാകാം. ഗ്രഹഗതികൾ മാറാം, നിഴലും വെളിച്ചവുമെല്ലാം മാറി മാറി മറിയാം. എന്നാൽ ശുഭചിന്തയും കർമ്മശുദ്ധിയും കൈമുതലാക്കിയാൽ ഏത് അതിചാരത്തെയും നമുക്ക് അതിജീവിക്കാനാകും. കർക്കിടകത്തിലെ ഈ ഗുരുപ്രഭാവം ഏവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുരുവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും വെളിച്ചം കൊളുത്തിയെങ്കിൽ ധർമ്മത്തിന്റെ നിശബ്ദ സമ്മതമായി നൽകൂ ഒരു ലൈക്ക്. ഈ ജ്ഞാനം മറ്റൊരു ജീവിതത്തിലേക്കും എത്തണമെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഋഷിപ്രോക്തത്തിലെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്കുക. ഓം ഗുരുവേ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.